ബോംബേറിൽ കാല് നഷ്ടപ്പെട്ട സ്കൂൾ കുട്ടിയായിരുന്ന അസ്നയും സ്ഫോടനത്തിൽ കൈകൾ നഷ്ടപ്പെട്ട നാടോടി ബാലനായ അമാവാസിയും കുട്ടികളുടെ മുന്നിൽ കൊല്ലപ്പെട്ട അധ്യാപകനും മാതാപിതാക്കളുടെ മുന്നിൽ കൊല്ലപ്പെട്ട മകനുമെല്ലാം തന്നെ വേദനിപ്പിച്ചു. ആ 14കാരൻ എന്ന അധ്യായത്തിലെ അച്ഛനെ ഓർത്ത് എനിക്ക് സങ്കടം വന്നു. കണ്ണൂരിലെ സംഘർഷ കാലഘട്ടം പുസ്തകത്തിലൂടെ വായിച്ചു തീർത്ത 9ാം ക്ലാസ്സുകാരിയുടെ വായനാനുഭവം പങ്കുവെച്ചുള്ള കുറിപ്പ് വായനക്കാരുടെ ഹൃദയം കവരുന്നതായി മാറി. നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം വായന പൂർത്തിയാക്കിയ ചിന്മയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സുകാരി പൂക്കോട്ടെ ധ്രുവ എൻ വിനീഷ് ആണ് പേടിപ്പെടുത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വായനാനുഭവം പങ്കുവച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് അമ്മ പറഞ്ഞ് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കണ്ണൂരിന്റെയും തലശ്ശേരിയുടെയും ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന പേടിപ്പെടുത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം കൂടുതൽ അറിവ് നൽകി. അമ്മയുടെ സ്കൂൾ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഞെട്ടിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തിന്റെ വായന കൂടുതൽ അറിവ് നൽകി. 2 ദിവസം കൊണ്ട് പുസ്തക വായന പൂർത്തിയാക്കി. തലശ്ശേരിയിലെ മോഡേൺ ഹോട്ടലിനെയും പാരീസ് ഹോട്ടലിനെയും ജയഭാരതിയെയും പാരീസ് ഹോട്ടലിന് മുന്നിലെ താജ് ലോഡ്ജിനെയും പലപ്പോഴും താൻ നോക്കി നിന്നിട്ടുള്ള താജ് ലോഡ്ജിന്റെ ഗോവണിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ പുസ്തകത്തിലൂടെ സാധിച്ചുവെന്നും ധ്രുവ എൻ വിനീഷ് തന്റെ വായനാനുഭവത്തിൽ പറഞ്ഞു. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 4 പതിപ്പുകളാണ് 6 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങിയത്. 4ാം പതിപ്പും വിൽപ്പന പൂർത്തിയായി കഴിഞ്ഞു. 5ാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. സംഘർഷ കാലഘട്ടത്തിന്റെ കൂടുതൽ ഓർമ്മകളുമായി നവാസ് മേത്തറുടെ 2ാമത്തെ പുസ്തകവും പുറത്തിറങ്ങിയിരുന്നു. ആ കാറും 7 മരണവും എന്ന പുസ്തകം കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. ജനുവരി 8-ന് തിരുവനന്തപുരം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്പീക്കർ എൻ ഷംസീർ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ADGP S ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ആ കാറും 7 മരണവും എന്ന പുസ്തകം പുറത്തിറക്കിയത്. 2 മാസം കൊണ്ടുതന്നെ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ വിൽപ്പനയും പൂർത്തിയായി. 2ാമത്തെ പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.